ഒരു അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. 1 കിലോ ചിക്കൻ വലുതാക്കിയാണ് മുറിക്കേണ്ടത്, ചെറുതാക്കിയാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. പൊടിച്ചാൽ പറ്റ പൊടിയേണ്ട, ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം കേട്ടോ. ചിക്കനിലേക്ക് അപ്പം ഈ പൊടിക്കാത്ത നല്ല ജീരകം 1 ടീസ്പൂൺ ചേർക്കണം കേട്ടോ. ഇത് മിക്സാക്കി വെക്കണേ. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ളത് പറഞ്ഞാൽ ക്യാപ്സിക്കം അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം കേട്ടോ. പേസ്റ്റാക്കി എടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്ത്, അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ, അല്ലാതെ എരിവിന് വേണ്ടിയിട്ടല്ല. എരിവിന് നമ്മൾ കുരുമുളകാണ്. അധികം മന്തിയിൽ വല്ലാതെ എരിവും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മുളകും പൊടി ചേർത്തേക്കും കേട്ടോ. പിന്നെ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ചെറിയ പിഞ്ച് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ മിക്സാക്കുക കേട്ടോ. ഇനി മാഗി ക്യൂബ് 2 എണ്ണം കേട്ടോ. 1 കിലോ അന്തക്ക് നമ്മൾ 2 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടിച്ച് എന്നിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി. മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഒരു 7 ഗ്രാമ്പും പട്ടയും പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് മല്ലി കേട്ടോ, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാം കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് മിക്സാക്കി വെക്കണം. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 1 കിലോയ്ക്ക് 200 ഗ്രാമാണ് നമ്മൾ സൺഫ്ലവർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ അളവ് പാത്രമല്ല, അപ്പോൾ അതിന് ഏകദേശം കണക്കാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും കണക്കാക്കിയിട്ട് 1 കിലോ 200 ഗ്രാമൊക്കെ മതിയാവും. അപ്പോൾ നമ്മളിനി ചോറിനുള്ള അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, പിന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ അരി ഒട്ടിപ്പിടിക്കാക്കാൻ വേണ്ടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആ സമയത്ത് നമുക്ക് ഇനി അരി ഇട്ട് കൊടുത്തിട്ട് അരി വേകുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചുകൊണ്ട് പിന്നെ കഴിയുമ്പോൾ 2 സൈഡും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ.